ഞാൻ സെൽവകുമാർ. ഒരു 34 വർഷത്തോളം ഗവൺമെന്റ് സർവീസിലുണ്ടായിരുന്നു. ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ട് ഒരു 5 വർഷമായി. ഇന്നിപ്പം നമ്മുടെ ഓർഗനൈസേഷൻ ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭ്യുദയകാംക്ഷികളായിട്ടുള്ള ആരെങ്കിലും നിങ്ങളെ ക്ഷണിച്ച് നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും ആയിരിക്കാം. അവരുടെ ക്ഷണപ്രകാരം നിങ്ങൾ ഇവിടെ വലിയൊരു ആശയം കേൾക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ആ ആശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ സമ്പന്നരാക്കാൻ പോകുന്ന ഏറ്റവും നല്ല ഒരു ജീവിതക്രമം പാലിക്കാനായിട്ട് മനുഷ്യരാശിക്ക് മൊത്തം ഒരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ ആ ഓർഗനൈസേഷന്റെ പേര് ബൈബിൾ ഓൺലൈൻ ഷോപ്പിംഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. സ്ഥാപനം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ഒരു ഡ്രീം ലെവലില് സാധാരണക്കാരെ അസാധാരണക്കാരാക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു വലിയ പ്രതീക്ഷയിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ ആ ഓർഗനൈസേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന ഈ പ്രോജക്റ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇത് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇന്ന് എൻ്റെ ഉത്തരവാദിത്വം. അപ്പോൾ ഞാൻ നിങ്ങളെ നേരിട്ട് തന്നെ നമ്മളുടെ ഇതിലേക്ക് കിടക്കാം. സീയിങ് ഈസ് ബിലീവിങ്. നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. സീയിങ് ഈസ് ബിലീവിങ്. സോ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കുക. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം അതാണ്. സോ ഇതൊരു ജീവിതം മാറ്റിമറിക്കുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് വെൽക്കം ടു ദി ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡഡ് ബൈ നമ്മുടെ ഓർഗനൈസേഷൻ. അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം വലിയൊരു മാറ്റം തന്നെയാണ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജീവിതത്തിൽ എന്തൊക്കെ നമ്മൾ നേടണമോ അതൊക്കെ നമുക്ക് നേടാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ നമ്മുടെ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് ആ സ്ക്രീൻ ഷെയർ ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കുക. സോ വെൽക്കം ടു ദ ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡഡ് ബൈ ബൈബിൾ ഓൺലൈൻ ഷോപ്പിംഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടയം ആസ്ഥാനമാക്കിയുള്ള ഒരു വലിയ ഒരു ഇന്റർനാഷണൽ സംരംഭം തന്നെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈബിൾ. അപ്പോൾ അതിനു മുമ്പ് നിങ്ങളോട് പ്രധാനമായിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഒരു എക്സ്ട്രാ ഇൻകം പ്രിഫർ ചെയ്യുന്ന ഒരാളാണോ എന്നുള്ളതാണ് നിങ്ങളെക്കുറിച്ച് ആദ്യമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം. കാരണം അങ്ങനെ ഒരു ചോദ്യത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. കാരണം ഈ കാലഘട്ടത്തിൽ അത്തരം ഒരു ഇൻകം ഇല്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥയിലാണ് ഈ ഓർഗനൈസേഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് വലിയൊരു അവസരം കൊടുത്തു തന്നിട്ടുള്ളത്. കമ്പനിയുടെ പേര് പറഞ്ഞു, കമ്പനിയുടെ ആസ്ഥാനം കോട്ടയമാണെന്ന് പറഞ്ഞു. ഇനി കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നിങ്ങൾക്കറിയാം. ഇതൊരു ഇ കൊമേഴ്സ് കമ്പനിയാണ്. 18/24/2025 ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ മെയ് മാസത്തില് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനം, ഒരു ഇ കൊമേഴ്സ് സ്ഥാപനമാണ് കോട്ടയം ആസ്ഥാനമാക്കിയിട്ട് കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന്റെ കൺകറൻസോടുകൂടി മാത്രമേ ഒരു ഇ കൊമേഴ്സ് കമ്പനിക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെടാൻ പറ്റുള്ളൂ എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. അതുപോലെ കമ്പനിക്ക് അത്യാവശ്യം വേണ്ടുന്ന ബാക്കി എല്ലാ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും ഒരാവലാതിയുടെ ആവശ്യമില്ല. കമ്പനി എന്താണ് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞാൽ കമ്പനിയുടെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ MD ശ്രീമതി ശ്രീകുമാരി ഷാജി, അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് അദ്ദേഹം IT മേഖലയിലും അതുപോലെ ഓൺലൈൻ ഷോപ്പിങ്ങിലും ഫിനാൻസ് സെക്ടറിലും ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിയിലും തനതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കൊമേഴ്സ് സംവിധാനത്തിലൂടെ ഒരു വ്യക്തിക്ക് നേടാവുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെക്കുറിച്ചെല്ലാം ഒരു ശരാശരിയിലും ഏറെയുള്ള ഒരു അവഗാഹമുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഇനി കമ്പനിയുടെ വിഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ മുമ്പിലേക്ക് എന്ന് മാത്രമല്ല, ഈ കമ്പനിയിലെ അംഗമായിട്ടുള്ള ഈ കമ്മ്യൂണിറ്റിയിൽ വരുന്ന എല്ലാ ആളുകൾക്കും അവരുടെ കുടുംബത്തിലേക്ക് സാമ്പത്തികമായിട്ടുള്ള സുരക്ഷിതത്വവും അഭിവൃദ്ധി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയത അല്ലെങ്കിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ വിധത്തിൽ ഇന്ന് നിലനിൽക്കുന്ന സാമൂഹിക ക്രമത്തിലെ നമ്മളുടെ സമൂഹത്തിലെ സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഗ്രാമാന്തരങ്ങളിലുള്ള സാധാരണ വിൽപ്പനക്കാരെയും കച്ചവടക്കാരെയും എല്ലാവർക്കും അവരുടെ അവസരങ്ങൾ
അതായത് സാധാരണ ഓൺലൈൻ കമ്പനി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്കറിയാം മറ്റുള്ള ആളുകളുടെ വയറ്റത്തടിക്കുന്ന രീതിയിലാണ് അവരുടെ ആവിർഭാവമെങ്കിൽ ഇവിടെ എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിച്ച് കൊണ്ടുപോകാനും അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാനും വിൽക്കാനുമുള്ള ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു വലിയ ഒരു ഉദ്ദേശ്യമാണ് കമ്പനി ചെയ്യുന്നത്. അങ്ങനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കസ്റ്റമർ റിലേഷൻ, കസ്റ്റമർ സെൻട്രിക് ആയിട്ടുള്ള, അതായത് നമ്മൾ പറയും കസ്റ്റമർ കേന്ദ്രീകൃതമായ ഒരു സമീപനത്തിലൂടെ, ഒരു ഡെഡിക്കേറ്റഡ് ടീം വർക്കിലൂടെ, ഒരു കൂട്ടായ്മയിലൂടെ ഇന്ത്യയുടെ വികസനം, ഇന്ത്യയിലെ ജനങ്ങളുടെ കൈകളിലേക്ക്, ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കൈകളിലേക്ക് ക്രയശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് കമ്പനി വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനി കൈകാര്യം ചെയ്യുന്ന എല്ലാ വിഷയങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടത് കമ്പനി ഗ്രോസറി എന്ന് പറയുന്ന മേഖല ആണ് ഏറ്റവും കൂടുതലായിട്ട് കൈകാര്യം ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോവിഡ് അനന്തര ലോകം മുഴുവൻ ഉറ്റുനോക്കിയപ്പോൾ കണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കോവിഡ് കാലഘട്ടത്തിൽ നിലനിന്ന ഒരേ ഒരു സസ്റ്റൈനബിൾ ബിസിനസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ ഗ്രോസറിയാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലയിലൂടെ സാധാരണക്കാരും അസാധാരണക്കാരുമായിട്ടുള്ള എല്ലാ വിഭാഗം ആളുകൾക്കും അവർക്കൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കമ്പനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടായ്മ, കസ്റ്റമേഴ്സിന്റെ ഒരു കൂട്ടായ്മ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമാണ് കമ്പനി ചെയ്യുന്നത്. ശരിക്കും എങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതിലൂടെയാണ്, നമുക്കറിയാം നമ്മുടെ എല്ലാ ആളുകളും ഇന്ന് കമ്മ്യൂണിറ്റികൾ ഇല്ലാത്ത ആളുകളില്ല, കുടുംബയോഗങ്ങൾ, അങ്ങനെ പല പല സംവിധാനങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതിന് മുമ്പ് കമ്പനി നമുക്ക് ഇതിനു വേണ്ടി ഒരു 2-3 തരം പാക്കേജുകൾ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യാണ്. അതിനെ ഒരു എൻട്രി പാക്കേജ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം 2500 രൂപയുടെ ഒരു പാക്കേജാണ്. ഈ 2500 രൂപയുടെ പാക്കേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 2500 രൂപയും മുടക്കിക്കൊണ്ട് തന്നെ വേണമെങ്കിൽ വരാം. അതല്ല, സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അല്പം വരുമാനം കുറവാണ്, പക്ഷേ എങ്കിലും എനിക്ക് അസാധാരണക്കാരനായിട്ട് എൻ്റെ ജീവിതത്തിൽ മാറണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ 1000 രൂപയുടെ ഒരു റീചാർജ് പ്രോഡക്റ്റിലൂടെ എൻട്രി ചെയ്ത് നമുക്ക് 1500 രൂപയുടെ വെൽനസ് പ്രോഡക്ട്സ് കൂടി നമ്മൾ വാങ്ങിയിട്ട് നമുക്ക് ഈ എൻട്രി പാക്കേജിലേക്ക് വരാവുന്നതാണ്. അപ്പോൾ നമുക്ക് റീചാർജ് എന്ന് പറയുന്നത് നമുക്ക് 350 രൂപ വെച്ച് 3 മാസം, അതായത് 1000 രൂപയാണ് മുടക്കുന്നുള്ളൂ എങ്കിൽ 1050 രൂപയുടെ നമുക്ക് മൊബൈൽ ഫോൺ റീചാർജ് നിങ്ങൾക്ക് ഇന്ത്യയിൽ ട്രായുടെ കീഴിലുള്ള, ഇതിപ്പോ ജിയോ അല്ലെങ്കിൽ വോഡാഫോൺ ഐഡിയ, എയർടെൽ, BSNL, ഇങ്ങനെ ഏത് കമ്പനിയുടെ വേണമെങ്കിലും മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനുള്ള ഒരു അവസരമാണ് കമ്പനി നമുക്ക് നൽകുന്നത്. അതോടൊപ്പം തന്നെ എൻട്രി പാക്കേജ് രണ്ടാമത്തത് 6500 രൂപയാണ്. ഇത് ശരിക്കും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഈ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അനന്തമായ സാധ്യതകളും ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നതുമായിട്ടുള്ള ഒരു ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യാൻ ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്കോട് കൂടിയിട്ട് വലിയൊരു ബിസിനസിന്റെ ഒരു ഉടമയായി മാറാൻ പറ്റുന്ന, ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ഒരു എന്റർപ്രണർഷിപ്പ്, ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങി ഒരു പൈസ പോലും മുതൽ മുടക്കില്ലാതെ എന്ന് പറയുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ബിസിനസ്സാണ്. ഈ ബിസിനസ്സിന് വേണ്ടി ഈ പ്ലാറ്റ്ഫോം കമ്പനി നമുക്ക് ഫ്രീ ആയിട്ടാണ് എല്ലാ സൗകര്യവും ചെയ്തു തരുന്നത്. മനസ്സിലാക്കുക. ഈ 6500 രൂപയുടെ എൻട്രി പാക്കേജിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ നമ്മൾ എന്ത് ഉൽപ്പന്നങ്ങൾ വേണമെങ്കിലും നമുക്ക് വാങ്ങാം. നമുക്ക് നമ്മുടെ വെൽനസ് ബേസ്ഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് വേണമെങ്കിൽ വാങ്ങാം. അതല്ലെങ്കിൽ ടെക്സ്റ്റൈൽസ് നമുക്ക് വാങ്ങിക്കാം. ആ എൻട്രി കാറ്റഗറിയിൽ വരുന്ന കുറച്ച് ഉൽപ്പന്നങ്ങളുടെ പേരുകൾ ഞാൻ പറയാം. ഡയബറ്റിക് മാനേജ്മെന്റ് ബയോബറി ആൻഡ് സെക്സ്വൽ മാനേജ്മെന്റ് ബയോബറി, മുസ്ലിവിറ്റ ആൻഡ് ഒബേസിറ്റി മാനേജ്മെന്റ്. ഏറ്റവും കൂടുതൽ പൊണ്ണത്തടിയുള്ള ആളുകൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളികളാണ്. അപ്പോൾ ഒബേസിറ്റി ഇന്നത്തെ ഒരു വലിയൊരു വിഷയമായിട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഒബേസിറ്റി മാനേജ്മെന്റ്, ദെൻ കൊളസ്ട്രോൾ മാനേജ്മെന്റ്. ലോകത്തിലെ ഹൃദയാഘാതത്തിന്റെ തലസ്ഥാനമായിട്ട് നമ്മുടെ കേരളം മാറിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം വേറൊന്നുമല്ല. അതേപോലെ ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള ബയോബറി, ഗ്യാസ്ട്രിക് മാനേജ്മെന്റ്, സ്കിൻ കെയർ, അതുപോലെ ബ്രെയിൻ ബൂസ്റ്റർ, വൈറ്റാലിറ്റി ആൻഡ് എനർജി ബൂസ്റ്റർ, ജനറൽ യൂസ് ബയോബറി, അങ്ങനെ സ്പൈറൂൻ, അങ്ങനെ ഒരു ഏത് കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് 6500 രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് വരാം. അതോടൊപ്പം തന്നെ വേണമെങ്കിൽ കമ്പനിക്ക് വേറെ സംവിധാനങ്ങൾ, NFC കാർഡ് എന്ന് പറയുന്ന നിയർ ഫീൽഡ് കണക്ടിവിറ്റി എന്ന് പറഞ്ഞ ഒരു കാർഡുണ്ട്. ആ കാർഡും നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിലേക്ക് വരാം. ഇനി പ്രോഡക്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ടെക്സ്റ്റൈൽസ് ഉണ്ട്. ടെക്സ്റ്റൈൽസിനാണെങ്കിലും വെൽനസ് പ്രോഡക്ട്സിനാണെങ്കിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻട്രി കേഡറിൽ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം 1000 രൂപ മുടക്കുക. അതിനുശേഷം അവർക്ക് വരുമാനം കിട്ടുന്നതിന് മുമ്പ് 1500 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ മതി. അവർക്ക് ഓൾറെഡി അവരുടെ ബിസിനസ്സിൽ അവർക്ക് സസ്റ്റൈനബിൾ ആയിട്ട് പോകാൻ പറ്റും. ദെൻ വെൽനസ് പ്രോഡക്ട്സ് ആണെങ്കിലും ടെക്സ്റ്റൈൽസ് ആണെങ്കിലും കുഴപ്പമില്ല. അത് ഗ്രോസറി ആൻഡ് സ്പൈസസ് ഐറ്റത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇതിന്റെ എമൗണ്ടിൽ ഈ 1500 പോരാ. അതിൽ വരുന്ന മാർജിൻ കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള ഒരു ഇതായിരിക്കും. പല സാധനങ്ങൾക്കും പല വില ആയതുകൊണ്ട് നമുക്ക് ഇതിന് വരുന്ന ഒരു വരുമാന ഘടന നോക്കിയിട്ട് വേണം അത് എത്രത്തോളം രൂപയുടെ പ്രൊഡക്റ്റാണ് വാങ്ങേണ്ടതെന്ന് പറയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഗ്രോസറി ആൻഡ് സ്പൈസസ് എന്ന് പറയുന്ന ഐറ്റംസിൽ വരുന്നത്
നമ്മുടെ തുലവും ഈ പറയുന്ന ടെക്സ്റ്റൈൽസ് വെൽനസ് പ്രൊഡക്ട്സിൽ വരുന്നതിനേക്കാളും ഒരു ഇരട്ടിയിൽ അധികം തുക നമുക്ക് വേണ്ടി വരും. കാരണം അതിൽ മാർജിൻ വളരെ കുറവായതുകൊണ്ട്. അപ്പോൾ ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ പറയുന്ന രീതി NFC കാർഡ് എന്നുള്ളത് മനസ്സിലാക്കാം. നിയർ ഫീൽഡ് കണക്ടിവിറ്റി കാർഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇന്നിപ്പോൾ ആധുനിക ലോകത്ത് ഏത് മെട്രോയിൽ ജീവിക്കുന്ന ആൾക്കും ഒരു NFC കാർഡ് കാണാപ്പാടമാണ്. കാരണം തൊട്ടടുത്ത കടയിൽ നിന്ന് നമുക്ക് ഏത് സാധനം വേണമെങ്കിലും ഒരു ബാങ്കിൽ പോയി ATM കാർഡ് ഉപയോഗിച്ച് പൈസ നമ്മൾ വിഡ്രോ ചെയ്യുന്ന പോലെ ഈ കാർഡ് ഉപയോഗിച്ച് നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്ന സൗകര്യമുണ്ട്. അതിന് NFC കാർഡിനെ നമുക്ക് 2 പ്രാവശ്യം അപ്ലോഡ് ചെയ്യുന്ന നമുക്ക് 2000 രൂപയും 2000 രൂപ ഏകദേശം ഒരു 4000 രൂപ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. നമ്മുടെ ആദ്യത്തേതിന്റെ കൂടി വെച്ചുകൊണ്ട് നമുക്ക് ഒരു 5000 രൂപയാണ് ശരിക്കും ഇതിന്റെ വാല്യൂ കമ്പനി നിജപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഈ പറയുന്ന കൊമേഴ്സ് ബിസിനസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ച കമ്പനി വേറൊരു സൗകര്യം കൂടി തരുന്നുണ്ട്. നമ്മുടെ ഈ NFC കാർഡിൽ ഏകദേശം 18 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടി നമുക്ക് കമ്പനി ചെയ്തു തരുന്നുണ്ട് ആ കാർഡ് ഉപയോഗിച്ചപ്പോൾ. അത്രയും വലിയ വലിയ സാധനങ്ങൾ ഏത് കമ്പനിയിൽ നിന്ന് വേണമെങ്കിലും ഏതെല്ലാം ഉൽപ്പന്നങ്ങൾ വേണമെങ്കിലും വാങ്ങാൻ പറ്റുമെന്നുള്ളതാണ് ഇതിലെ വലിയ ഒരു സാധ്യത. അടുത്തതായിട്ട് ഇതിന് NFC കാർഡിന്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു വീട്ടിലേക്ക് ഒരു വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പറയാം 2 കുടുംബങ്ങൾ, 2 കുട്ടികളും മാതാവും പിതാവും അല്ലെങ്കിൽ അച്ഛനോ അയാളുടെ മുത്തച്ഛനോ മുത്തശ്ശിയോ ഒക്കെ അടങ്ങുന്ന ഒരു കുടുംബമാണെങ്കിൽ അവർക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു മാസം ഒരു 10,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങേണ്ടി വരും. പെട്രോൾ ആയിട്ടാണെങ്കിലും അതല്ലെങ്കിൽ പാല്, അവരുടെ എല്ലാ കൺസ്യൂമർ ഡ്യൂറബിൾസ് എല്ലാം കൂടി നമ്മൾ വാങ്ങിക്കേണ്ടി വരുമ്പോൾ ഒരു 10,000 രൂപയെങ്കിലും മിനിമം വേണ്ടി വരും. ഇതിന്റെയൊക്കെ തുക കൊടുക്കേണ്ടി വരുന്ന കമ്പനിയാണ് കൊടുക്കുന്നത്. ഈ കമ്പനി അതിന് പേ ചെയ്യുകയാണ്. കമ്പനി വഴിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ കമ്പനിക്ക് ശരാശരി കിട്ടുന്ന പലതിനും പല മാർജിനായിരിക്കും, 20%, 30% അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ കമ്പനി ഏറ്റവും കുറഞ്ഞൊരു ലാഭം, ഏറ്റവും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഒരു വ്യക്തിക്ക് ലഭ്യമാകുക എന്നുള്ള രീതിയിൽ ഏറ്റവും കുറഞ്ഞ ഒരു 5% കമ്മീഷൻ അല്ലെങ്കിൽ മാർജിൻ മാത്രം സ്വീകരിച്ചാൽ ഒരു 500 രൂപ എങ്കിലും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കിട്ടും. ഈ 500 രൂപ നമ്മുടെ ഈ കൂട്ടായ്മയിൽ വരുന്ന എല്ലാ ആളുകൾക്കും അത് തുല്യമായിട്ട് വിരിച്ചു കൊടുക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു 12 ലക്ഷം രൂപ, 1 ലക്ഷം ആളുകളുള്ള ഒരു കൂട്ടായ്മയിൽ അല്ലെങ്കിൽ കുടുംബത്തിലെ ഒരു കുടുംബത്തിലെ വ്യക്തിയെ സംബന്ധിച്ചുള്ള ഒരു 12,50,000 രൂപയോളം ഒരു മാസം ഏൺ ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളും സാധ്യതകളും ഉണ്ട്. ഇതാണ് ഈ NFC കാർഡ് പ്രത്യേകത എന്ന് പറഞ്ഞ കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ള കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്, അതുപോലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്. ആക്റ്റീവ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സജീവമായിട്ട് അപ്പം തന്നെ കിട്ടുന്ന ബെനിഫിറ്റ് ആണ്. മറ്റത് നമ്മൾ ആക്ഷൻ നടത്തിയതിന്റെ പേരിൽ നമുക്ക് തുടർച്ചയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ബെനിഫിറ്റ് ആണ് നമ്മുടെ റിപ്പീറ്റഡ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് 1000 രൂപ നമ്മൾ മുടക്കുമ്പോൾ തന്നെ 1050 രൂപയ്ക്ക് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റിയത് കഴിഞ്ഞാൽ അതിൽ തന്നെ ഒരു റീറ്റെയിൽ പ്രോഫിറ്റ് നമുക്കുണ്ട്. ദെൻ റെഫറൽ ബോണസ് ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടർ ബോണസ് ഉണ്ട്, ഇൻസ്റ്റാന്റ് മാച്ചിങ് ബോണസ് ഉണ്ട്. ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്റ്റീവ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ആണ്. ഈ ഓട്ടോമാറ്റിക് റീബർത്ത്, ഓട്ടോമാറ്റിക് മാച്ചിങ് ബോണസ്, പെർഫോമൻസ് ബോണസ്, മാജിക് ബോണസ് എന്നൊക്കെ പറയുന്നത് അത് റിപ്പീറ്റഡ് ആയിട്ട് ബെനിഫിറ്റ്സ് വരുന്നതാണ്. ഈ ബെനിഫിറ്റുകളെല്ലാം 6500 രൂപ എൻട്രിയിൽ വരുന്ന ആളുകൾക്ക് മാത്രമേ ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഈ ബെനിഫിറ്റ്സിലെ ഈ മാച്ചിങ് ബോണസും ബാക്കിയുള്ള കാര്യങ്ങൾ കിട്ടാനുള്ള അർഹതയുള്ളൂ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കൂട്ടായ്മയിലൂടെ നമുക്ക് എങ്ങനെ ഈ പറയുന്ന റെഫറൽ ബോണസ് എന്താണെന്ന് പറഞ്ഞു തരാം. റെഫറൽ ബോണസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ റെഫർ ചെയ്യുമ്പോൾ കിട്ടുന്ന ബോണസിനാണ് നമ്മൾ റെഫറൽ ബോണസ് എന്ന് പറയുക. റെഫർ ചെയ്യുമ്പോൾ കിട്ടുന്ന ബോണസ് ആണ് റെഫറൽ ബോണസ്. നമുക്ക് ഒരു വ്യക്തിക്ക് ഈ ഐഡിയ നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 500 രൂപ കിട്ടും. അങ്ങനെ നമുക്ക് എത്ര വ്യക്തി വേണമെങ്കിലും നമുക്കിത് റെഫർ ചെയ്യാം. ഓരോ വ്യക്തിയിൽ നിന്നും നമുക്ക് 500 രൂപ കമ്മീഷൻ കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇന്നത്തെ കാലത്ത് ഈ നല്ല നല്ല കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ആരോട് വേണമെങ്കിലും അറിയാതെ ഒന്നും കിട്ടിയില്ലെങ്കിലും പറയും. അപ്പൊ നമ്മൾ ഇത് പറയുന്ന വഴി കുറച്ച് പൈസ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെയ്യുന്നതിന് ഒരു തടസ്സവും ഇല്ല. ഒരു 10 പേരോ 100 പേരോ 1000 പേരോ നിങ്ങൾക്ക് ആരോട് വേണം റെഫർ ചെയ്യാം. അത്രയും പേരിൽ നിന്ന് നിങ്ങൾക്ക് ഈ 500 രൂപ നിങ്ങൾക്ക് കമ്പനി ഒരു വരുമാനമായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് കമ്പനിയുടെ ഫണ്ടിൽ നിന്നാണ് തരുന്നതെന്ന് മാത്രം. അടുത്തത് നമുക്ക് വരുന്ന ഒരു ഇത് ഡിസ്ട്രിബ്യൂട്ടർ ബോണസ് എന്ന് പറയും. ഡിസ്ട്രിബ്യൂട്ടർ ബോണസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ തന്നെ ഈ ഒരു റെഫറൽ ബോണസിൽ ഒരു വ്യക്തിക്ക് നമുക്കറിയാം ഒരു 2 കൈയുണ്ട് എന്ന് പറഞ്ഞ പോലെ ഒരു വ്യക്തിയുടെ 2 ഭാഗങ്ങൾ എന്ന രീതിയിലാണ് ഇതിൽ ഒരു ബിസിനസിന്റെ ഒരു ടീമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ A ടീം B ടീം ഇങ്ങനെ 2 ടീമിലൂടെ വരുന്ന വരുമാനം നോക്കിയിട്ടാണ് നമുക്ക് എല്ലാ വിധത്തിലുള്ള വരുമാന മാർഗങ്ങളും കമ്പനി നൽകുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് നമുക്ക് 2, 4, 8, 16, 32, 64, 128, 256, 512 അങ്ങനെ ഒരു ക്രമത്തിൽ വേണമെങ്കിൽ പോകണമെങ്കിൽ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പോകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അതൊക്കെ അതിൻ്റെതായ രീതിയിൽ പോയിക്കോളും. പക്ഷെ ഇങ്ങനെ ഒരു 2 സൈഡ് ഉള്ളത് കൊണ്ട് സംഭവിക്കാവുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ
ബോണസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ ബോണസ് നമുക്ക് കിട്ടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 വ്യക്തികളെ സ്പോൺസർ ചെയ്തിരിക്കുക. അതൊരു മിനിമം ക്രൈറ്റീരിയ ആണ്. അത് അങ്ങനെ തന്നെ എല്ലാ ആൾക്കാരും പോവുകയാണ് ഇതേ രീതിയിൽ പോലും ഇത് പറഞ്ഞാണ്. അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഓരോ വ്യക്തികളിൽ നിന്നും നമ്മൾ ഈ 2 പേരെയൊക്കെ സ്പോൺസർ ചെയ്തുകൊണ്ടെങ്കിൽ അവർ സ്പോൺസർ ചെയ്യുന്ന വ്യക്തികളിൽ നിന്നും ഒരു 8 ലെവൽ വരെ നമുക്ക് ഏകദേശം 510 നമ്മളുടെ മെമ്പേഴ്സിൽ നിന്ന് ഒരു 100 രൂപ വീതം നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ ബോണസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 51,000 രൂപ 8 സെഗ്മെന്റിൽ നിന്ന് കിട്ടാനുള്ള അർഹതയുണ്ട്. അപ്പൊ അതിന് വേണ്ടുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 2 പേരെങ്കിലും മിനിമം റെഫർ ചെയ്തിരിക്കണം. കൂടുതൽ പേര് റെഫർ ചെയ്താൽ അതനുസരിച്ച് നിങ്ങൾക്ക് വരുമാനം കിട്ടും. അതുപോലെ നിങ്ങൾക്ക് മിനിമം ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യാവുന്ന എമൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 600 രൂപയാണ്. ഇപ്പൊ അറിയാലോ, മിനിമം ബാലൻസ് പോലും കമ്പനികൾ അല്ല ബാങ്കുകൾ ഒത്തിരി മിനിമം ബാലൻസ് പോലും ഇത്ര എമൗണ്ടേ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ കമ്പനി സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സൗകര്യം കൂടിയാണ്. മിനിമം 600 രൂപയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ വിഡ്രോ ചെയ്യുന്നതിനുള്ള സൗകര്യം കമ്പനി ചെയ്തു തരികയാണ്. അടുത്തതായി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 1000 ഈ പറയുന്ന മാച്ചിങ് ബോണസ് ആണ്. മാച്ചിങ് ബോണസ് എന്ന് പറയാൻ പേര് തന്നെ ഉണ്ട്, മാച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ബോണസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ എൻട്രി കേഡറിൽ നമുക്ക് 2,500 രൂപയുടെ പാക്കേജ് ആദ്യത്തെ പാക്കേജാണ്. അടുത്ത പാക്കേജ് എന്ന് വെച്ചാൽ 6,500 രൂപയുടെ പാക്കേജാണ് പ്രീമിയം പാക്കേജ്. ഈ പ്രീമിയം പാക്കേജിൽ എൻട്രി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള എന്തെല്ലാം കാര്യങ്ങൾ അയാൾക്ക് വേണമെങ്കിൽ 1000 രൂപയുടെ 1,50 രൂപയുടെ ഫോൺ റീചാർജ് ചെയ്ത് കിട്ടാം. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏതെല്ലാം പ്രോഡക്ട്സുകൾ വേണമെങ്കിലും വാങ്ങിക്കൊണ്ടാവും. അതല്ലെങ്കിൽ NFC കാർഡ് നമുക്ക് ചെയ്തുകൊണ്ടാണെങ്കിലും വാലിഡേറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇതിൽ എൻട്രി ചെയ്യാം. ഇങ്ങനെ 6,500 രൂപയുടെ ഒരു എൻട്രി പാക്കേജ് വരുന്ന ആൾക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ അങ്ങയുടെ 2 ടീമിലും ഇതേപോലെ 6,500 രൂപ വീതം മുടക്കി വരുന്ന 2 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇതൊരു മാച്ചിങ് ആണ്. ഈ മാച്ചിങ് വന്നതിന്റെ പേരിൽ നിങ്ങൾക്ക് 500 രൂപ വരുമാനം കിട്ടുന്ന കാര്യമൊക്കെ പോട്ടെ, അതിന് പുറമെ നിങ്ങൾ ഒരു മാച്ചിങ് ബോണസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു 1,000 രൂപ തരും. അത് നിങ്ങളുടെ ടീമിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഓരോ ടീമിലും ഇടത് വശത്തും വലതുവശത്തും ഈ ടീമിൽ വന്നിട്ടുള്ള എത്ര ആളുകളുണ്ടോ അവരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന മാച്ചിങ് ബോണസ് കിട്ടാൻ നടക്കാതെയുണ്ട്. പക്ഷേ ഇതിലൊരു പരിധി വെച്ചില്ലെങ്കിൽ ഇത് എല്ലാ ആൾക്കാർക്കും കൊടുക്കാൻ പറ്റില്ല എന്നതിന്റെ പേരിൽ കമ്പനി പരമാവധി കൊടുക്കുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു 10,000 രൂപയ്ക്കുള്ളിൽ ഡെയിലി കൊടുക്കില്ല. കാരണം അതിൽ കൂടുതൽ ഒത്തിരി ആൾക്കാർ വന്നിരിക്കാം. ചിലപ്പോൾ 5 പേരെ വന്നുള്ളിൽ 5,000 രൂപയായിരിക്കും കിട്ടുക. 10 പേര് വന്നാൽ 10,000 രൂപ കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അപ്പോൾ ഒരു മാസം ഓരോ ഡെയിലി നമ്മളുടെ ടീമിൽ ഇങ്ങനെ 10 പേര് വെച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന വരുമാനം നിങ്ങൾ ആലോചിച്ച് ഒരു 3 ലക്ഷം രൂപയെങ്കിലും മാച്ചിങ് ബോണസ് ആയിട്ട് വാങ്ങാനുള്ള ഒരു സൗകര്യം ഇതിലുണ്ട്. ഇത് നമ്മളെ സംബന്ധിക്കുന്ന അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ്. അടുത്ത് RA വാലറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു നിധി തന്നെയാണ്. റിപ്പീറ്റഡ് അലവൻസ് വാലറ്റ് എന്നാണ് ഇതിന് പറയുന്ന പേര്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മളുടെ സ്വാശ്രയശീലവും നമ്മളുടെ ഫണ്ടും നമുക്ക് ഈ വരുമാനം കൊടുക്കാൻ പറ്റുന്നത് എങ്ങനെയെന്ന് നമ്മൾ ബോധ്യപ്പെടുന്നത് കിട്ടുന്ന പൈസ മുഴുവൻ നമ്മൾ അടിച്ചു തീർക്കുക എന്നുള്ള രീതിയല്ല. നമ്മൾ കുറച്ച് സ്വരൂപിക്കുക. സമ്പത്ത് കാലത്ത് നമ്മൾ പറയില്ലേ ഈ മറ്റേ തൈവത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആപത്ത് കാലത്ത് മറ്റേ തിന്നാമെന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇത് നിയമപരമായ ബിസിനസ് ആയതുകൊണ്ട് നമുക്ക് TDS നമ്മൾ കിട്ടുന്ന വരുമാനത്തിൽ നിന്നൊക്കെ നമുക്ക് TDS കൊടുക്കേണ്ടി വരും. നമ്മുടെ അഡ്മിൻ ഫീയും TDSോടും കൂടി 12% ഡിഡക്ട് ചെയ്യും. അതിനുശേഷം അതായത് മൊത്തം 30% നമ്മുടെ വാലറ്റിലേക്ക് പോകുന്നതെങ്കിൽ അതിൽ നിന്നൊരു 12% അഡ്മിൻ ഫീയും TDS ആയിട്ട് പോകും. അതിനുശേഷം ബാക്കി വരുന്ന 18% നമ്മുടെ റിപ്പീറ്റഡ് അലവൻസ് വാലറ്റ് നമ്മുടെ ഫണ്ടിലേക്ക് വരികയാണ്. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ഒരു കാശ് കൊടുക്കുക എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലേക്ക് നമ്മുടെ ഫണ്ടിലേക്ക് തന്നെ വരികയാണ്. നമ്മുടെ ഏൺ ചെയ്യുകയാണ്. അപ്പൊ ടോട്ടൽ ഏണിംഗ് ഒരു 2,000 രൂപയാണെങ്കിൽ അതിന്റെ TDS അഡ്മിൻ ഫീയോടും കൂടിയിട്ട് നമുക്കറിയാം 12% 240 രൂപയാണ്. അപ്പൊ അത് കഴിഞ്ഞ് RA വാലറ്റിലേക്ക് പോകേണ്ടത് 18% എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതിന്റെ 18 36 360 രൂപയാണ്. അപ്പൊ ഇത്രയും രൂപ നമ്മുടെ മറ്റേ TDSും RA വാലറ്റിലേക്കും പോയി കഴിഞ്ഞാൽ 600 രൂപ അങ്ങ് മാറി ബാക്കി 1,400 രൂപയോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം വരുമാനമായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തരാനായിട്ട് കമ്പനി റെഡി ആയിട്ട് നിൽക്കുന്ന തുകയാണത്. ഇനി RA വാലറ്റ് ഒരു ഓട്ടോമാറ്റിക് റീബർത്ത് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ചുള്ള അത്ഭുതപ്പെടുന്ന കാര്യം. നമുക്ക് ഈ നമ്മുടെ ഈ നിധി അല്ലെങ്കിൽ നമ്മുടെ ഈ പൈസ ഏത് കാലത്ത് നമുക്ക് ഒരു വരുമാനമായിട്ട് മാറുന്നു ആ സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വരുമാനം കിട്ടാൻ പോകുന്ന രീതികളാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. അതായത് നമ്മുടെ RA വാലറ്റിൽ റിപ്പീറ്റഡ് അലവൻസ് വാലറ്റ് ഈ ഇപ്പൊ ഓരോ പ്രാവശ്യവും 18% വെച്ച് വരുമ്പോൾ ചിലപ്പോൾ 10,000 രൂപയാണ് ചിലപ്പോൾ കയറി വരുന്നത് 1,800 രൂപയായിരിക്കും. ഈ 1,800 രൂപയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം RA വാലറ്റ് 2,500 രൂപയുടെ വലിയ കുറവുള്ളൂ. RA വാലറ്റ് എന്ന് 2,500 രൂപയായിട്ട് വരുമോ അന്ന് നമുക്ക് റീചാർജിലേക്ക് വേണ്ടി ഒരു 1,000 രൂപ, അതുപോലെ തന്നെ റീചാർജിലേക്ക് വേണ്ടി ഒരു 1,000 രൂപ, അതേപോലെ തന്നെ ഒരു റെഫറൽ ബോണസിലേക്ക് ഒരു 500 രൂപ, അതോടൊപ്പം തന്നെ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ ബോണസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേറെ ഒരു 800 രൂപ 8 ലെവലിൽ നമുക്ക് കിട്ടുന്നതാണ്. അതായത് നമുക്ക് റീബർത്ത് വന്നു കഴിയുകയെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളിലൊന്നും നമുക്ക് റീബർത്ത് എന്ന് പറയുന്ന ഒരു ഐഡിയ നമ്മൾ കേട്ടിട്ടില്ല. പുനർജന്മം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ
നമ്മളോടൊപ്പം ചേർന്ന് നമ്മളെ രക്ഷപ്പെടുത്തിയ ആളുകളോടൊപ്പം നിന്നുകൊണ്ട് അവർക്കൊരു വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയാണ് നമ്മളിതിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യം. അതുകൊണ്ട് തന്നെ എനിക്കിതില് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ കീഴെ വന്നിട്ടുള്ള ഒരാളുടെ സ്ഥാനത്തേക്ക് നമുക്ക് ഈ 500 രൂപ നമുക്ക് പുനർനിയമം കിട്ടുമ്പോൾ നമ്മുടെ കീഴെ വന്ന എ ടീമും ബി ടീമും 2 ടീമുണ്ട്. അതിൽ എവിടെയാണോ നമ്മുടെ ആളുകൾ ഇല്ലാത്തത് അവിടേക്ക് നമുക്ക് വീണ്ടും ഒരു ഐഡി കിട്ടുകയാണ്. അപ്പൊ നമ്മുടെ താഴെ വന്നിട്ടുള്ള കുറച്ച് കഴിവ് കുറഞ്ഞ ആളുകളിൽ നിന്ന് നമ്മൾ കരുതിയിട്ടുള്ള ആളുകളുടെ താഴെ നമുക്ക് വീണ്ടും ഒരു പോസ്റ്റിംഗ് കിട്ടുമ്പോൾ അത് വഴി തൊട്ട് മുകളിലുള്ള 8 ലെവലിലുള്ള ആളുകൾക്ക് ഈ പറയുന്ന 100 രൂപ വെച്ച് കൊടുക്കുക എന്ന് വെച്ചാൽ അവരെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നിൽക്കാൻ പറ്റുന്ന, അതിൽ പരം വലിയ, നമ്മളുടെ ഏതൊരു ബിസിനസ്സിലാണെങ്കിലും കഷ്ടപ്പെടുന്നവരെയും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്നവരെയും നിങ്ങൾ എങ്ങനെ കൂടെ വരൂ എന്ന് നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഡിസ്ട്രിബ്യൂട്ടർ ബോണസ് 800 രൂപ ഈ ആറെ വാലറ്റിൽ നിന്ന് പോകുന്നത്. ദെൻ മാജിക് ക്ലബ്ബ്, അത് ഒരു ട്രൈനറി എന്ന് പറയുന്ന രീതിയിൽ കമ്പനി ഉണ്ടാക്കുന്ന ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അതിലേക്ക് വരുവാനാണ് 200 രൂപ. അത് 1, 3, 9, 27, 81 അങ്ങനെ അതിന്റെ 3ന്റെ ഗുണിതങ്ങളായിട്ട് വരുന്ന സാധനങ്ങളിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്കൊരു സ്ഥാനം കിട്ടി. നമുക്ക് ഒരു 2-2.5 ലക്ഷം രൂപയോളം നമുക്ക് നമ്മൾ സ്പോൺസർ ചെയ്ത വ്യക്തിക്ക് ഒരു 50,000 രൂപയും നമുക്കും നമ്മുടെ കമ്പനിയുടെ വളർച്ച അനുസരിച്ച് 2.25 ലക്ഷം രൂപയും കിട്ടുന്ന ഒരു സംവിധാനമാണ് അതിൽ പറയുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ആറെ വാലറ്റിലെ മാജിക് ബോണസിന്റെ ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മാജിക് ബോണസിന്റെ ക്രൈറ്റീരിയയില് നമ്മളെ സംബന്ധിച്ചിടത്തോളം 50,000 രൂപ നമ്മുടെ സ്പോൺസർക്കാണ് കിട്ടുന്നത്. ബാക്കി വരുന്ന തുകയിൽ നിന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം 2,25,520 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഐഡിയ ആണ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഐഡിയ ആയിട്ട് നമുക്കത് മനസ്സിലാക്കാം. കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ട് വരും. അടുത്തത് ഇ കൊമേഴ്സ് വാലറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇതിൽ 9ാമത്തെ ഇൻകം എന്ന് പറയുന്നത് ഇ കൊമേഴ്സിലൂടെ കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് ഒരാൾക്ക് വരുമാനം 1000 രൂപയാണെങ്കിൽ അതിന്റെ 5% TDS പോകും. ആറെ വാലറ്റിലേക്ക് നമുക്ക് പോകുന്നത് ഇപ്പൊ 18% ഉള്ളൂ. ബാക്കി TDS മറ്റേ കൂടി 12 രൂപയോളം അങ്ങനെ പോകും. ഏതായാലും നെറ്റ് ബാലൻസിൽ നമുക്ക് പറയുന്നത് 20% നമുക്ക് കഴിഞ്ഞ് ബാക്കിയുള്ള തുകയാണ് ഇ കൊമേഴ്സ് വാലറ്റിലേക്കും നമുക്ക് വന്നുപെടുന്നത്. ഇനി ഇതിലുള്ള സാധ്യതകളെ പറ്റിയിട്ടാണെങ്കിൽ നമുക്ക് ഒരു ഇ കൊമേഴ്സ് പർച്ചേസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു 10,000 രൂപ നമുക്ക്, ഞാൻ ആദ്യമേ പറഞ്ഞു 12,50,000 രൂപ, 10,000 രൂപ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങുന്ന വ്യക്തിക്ക് ഒരു മാസം ഒരു കൂട്ടായ്മയിലൂടെ 12,50,000 രൂപ വന്നു ചേരുന്ന ഒരു സ്മാർട്ട് ബിസിനസ് ആണ്. ഇതൊരു ഹാർഡ് വർക്ക് അല്ല. അപ്പൊ ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5% എന്ന് വെച്ചാൽ 500 രൂപയോളം കമ്പനി പറയുന്ന കമ്മീഷനാണ്. അതിൽ കമ്പനിക്ക് അതിന്റെ ഒരു പകുതി ഓളം 250 രൂപയോളം ഈ കമ്പനിയുടെ വിവിധ റാങ്കിലുള്ള ആളുകൾക്ക് വീണ്ടും കമ്മീഷൻ കൊടുക്കുന്നതിന് വേണ്ടി കമ്പനി വയ്ക്കുന്ന തുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ വലിയ വലിയ സ്ഥാപനങ്ങളുമായിട്ട് ടൈപ്പ് ചെയ്യുന്ന വളരെ ശ്രമകരമായ ജോലി ചെയ്യുന്ന ബ്രോക്കറേജ് എന്ന് പറയുന്ന രീതിയിൽ കൊടുക്കുന്ന ഒരു 10% ഉണ്ട്. ഇതുമായിട്ട് നമ്മുടെ എഗ്രിമെന്റിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നതാണ് 10%. അപ്പൊ 500 രൂപ ഉണ്ടെങ്കിൽ 50 രൂപ അതിന് പോകും, 250 രൂപ കമ്പനിയുടെ ബാക്കി റാങ്കിന് പോകും. പിന്നെ ബാക്കി വരുന്ന 200 രൂപ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാലൻസ് 40% ആണ്. ഇതിനെ നമ്മുടെ എല്ലാ ലെവലിലും നമ്മുടെ 2, 4, 8, 16, 32, 64 ഇങ്ങനെ പറയുന്ന ഒരു ശ്രേണിയിൽ നമ്മൾ ഈ 16 ലെവലിലും നമ്മൾ ഈക്വൽ ആയിട്ടാണ്. ഇവിടെ നമുക്ക് കമ്പനിയില് ആദ്യം വന്നാലും അവസാനം വന്നാലും ഒരേ ഒരു രീതിയിലുള്ള ഒരു പരിഗണനയല്ല. ആദ്യം വരുന്നവന് ആദ്യം അല്ലെങ്കിൽ കൂടുതൽ എന്നുള്ള നിലപാടൊന്നുമില്ല. ഇതിൽ ഈ 16 ടയറിൽ നമ്മൾ 12 രൂപ 50 പൈസ വെച്ച് നമ്മൾ വിരിച്ചു കൊടുക്കുമ്പോൾ ഏകദേശം 1 ലക്ഷം ആളുകളിൽ നിന്ന് നമുക്ക് 12,50,000 രൂപ കിട്ടാൻ പറ്റുന്നു. വലിയൊരു ബിസിനസ്സാണ്. നമ്മൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനന്തമായ സാധ്യതകളാണ് ഈ ബിസിനസ്സിൽ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് വളരെ വിഷണറി ആയിട്ടുള്ള ഒരു മാനേജ്മെന്റാണ്. സാധാരണക്കാരായിട്ടുള്ള ആളുകളെ അസാധാരണക്കാരായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. നമ്മൾ ഇന്നും ചെയ്യുന്ന ജോലിയോ അതല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷനോ ഒന്നുള്ള കാര്യങ്ങൾക്ക് ഒന്നും ഒരു തടസ്സമില്ലാതെ നമ്മൾ ജീവിച്ചു പോകുന്നു എന്നതിന്റെ പേരിൽ നമുക്കുണ്ടാകുന്ന ഒരു വലിയ കാര്യമാണ്. അതേപോലെ മറ്റുള്ളവരും നന്നായിട്ട് ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുന്ന ഒരു സംവിധാനവും പ്രൊജക്റ്റും ആയതുകൊണ്ടാണ് ഇതൊരു വിഷണറി മാനേജ്മെന്റ് ആണ് ഇതിന്റെ ഈ പ്രൊജക്റ്റ് ഉണ്ടാക്കിയെന്ന് പറയാൻ കാരണം. പിന്നെ ഗ്രോസറി നമുക്കറിയാം, ഇത് ലൈഫ് ലോങ് ബിസിനസ് ആണ്. അതുകൊണ്ട് വെറും 1000 രൂപയ്ക്ക് സാധാരണക്കാരന് പോലും ഇന്നിപ്പോ ഫോൺ ഉപയോഗിക്കാത്ത ആൾക്കാരില്ലാത്തതുകൊണ്ട്, ഫോൺ ഉപയോഗിക്കാതെ ജീവിതത്തിന്റെ ഒരു ഭാഗമായതുകൊണ്ട് 1000 രൂപ കൊണ്ട് പോലും ഈ ബിസിനസ്, അതിപ്പോ നമ്മള് ജീവിച്ചാലും ജീവിച്ചില്ലെങ്കിലും എന്തായാലും ഫോൺ നമുക്ക് ചാർജ് ചെയ്യാതിരിക്കാൻ പറ്റൂല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള ഏതൊരു വ്യക്തിക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ്. ദെൻ ഇപ്പോൾ ഗിഫ്റ്റ് ആയിട്ട് ഇതിൽ കിട്ടുന്നത് മൊബൈൽ റീചാർജ് ആണ്. ആറെ വാലറ്റിലേക്ക് കണ്ടിന്യൂസ് നിരന്തരമായിട്ട് വരുമാനം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ റീബർത്ത് എന്ന് വെച്ചാൽ നമുക്കറിയാം ഈ 16 ലെവലിൽ നമ്മൾ
ഓരോ പ്രാവശ്യം റീബർത്ത് ചെയ്യുമ്പോൾ നമുക്ക് 500 രൂപ വെച്ച് നമുക്ക് നമ്മുടെ മെയിൻ ഐ ഡിയിലേക്ക് നമുക്ക് റീബർത്തിന് വരുമാനം വരുന്ന പോലെ 1000 രൂപ നമുക്ക് ഫോൺ റീചാർജ് ചെയ്യുന്നതിനോ, അതല്ലെങ്കിൽ നമുക്ക് ഏത് പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിനോ, അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഗ്യാസ് ചാർജ് ചെയ്യുന്നതിനോ, ഇലക്ട്രിസിറ്റി ചാർജ് അങ്ങനെ ഗ്യാസ് വാങ്ങുന്ന ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അതിനു വേണ്ടി യൂസ് ചെയ്യാവുന്ന സൗകര്യം കൂടി കമ്പനി അതിൽ നൽകിയിട്ടുണ്ട്. അപ്പം അങ്ങനെ കണ്ടിന്യൂസ് ഇൻകം വരുന്ന ഒരു സംഭവമാണ്. 492 പ്രാവശ്യം ഏകദേശം റീബർത്ത് ചെയ്യുമ്പോൾ 500 രൂപ വെച്ച് നിങ്ങൾക്ക് എത്ര രൂപ കിട്ടുമെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ 16 ലെവലിൽ ഏകദേശം നമ്മൾ ഈ പറയുന്ന 1,31,000 ആളുകൾ നമ്മുടെ ടീമിലേക്ക് വരുമ്പോൾ ഏകദേശം 1,31,31 രൂപയോളം നമ്മൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നു. അതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറെ നമ്മളുടെ TDS ആൻഡ് അഡ്മിൻസ് ചാർജ്, അതുപോലെ തന്നെ RA വാലറ്റിലേക്ക് വരുന്ന തുക, അത്രയും തുക കിഴിച്ചു കഴിഞ്ഞാൽ പോലും ഒരു 73 ലക്ഷത്തോളം രൂപ നമുക്ക് വരുമാനമായിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് അതിന്റെ ഒരു 20% നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മുടെ ഇ-കൊമേഴ്സ് വാലറ്റിലേക്ക് വരുന്നതുകൊണ്ട് ഒരു 18 ലക്ഷത്തിന് മേലെ തുക നമ്മുടെ അതിലും വരികയാണ്. അപ്പൊ നമുക്ക് ഏത് കടയിൽ നിന്ന് വേണമെങ്കിൽ, ഇപ്പോൾ സ്വർണ്ണമാണെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ 18 പവനേ വാങ്ങാൻ പറ്റുള്ളൂ. കാരണം ഓരോ ദിവസവും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്വർണ്ണത്തിൽ കുറച്ച് ചലഞ്ചുണ്ട്, അത് ഞാനിപ്പോൾ അംഗീകരിക്കുന്നു. അതേസമയം ഇന്ന് കമ്പനി ഇപ്പൊ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് നമ്മൾക്ക് അറിയാം GST-യിലൊക്കെ വലിയ ഇളവ് പ്രഖ്യാപിച്ച് 2 ലക്ഷം കോടി രൂപ ജനങ്ങളുടെ കയ്യിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പർച്ചേസിംഗ് കപ്പാസിറ്റി കൂടിയിരിക്കുകയാണ്. നിങ്ങൾ വണ്ടികൾ ഏത് വണ്ടി വേണം, ഏത് വണ്ടികൾ നിങ്ങൾ ഇന്ന് പ്രീമിയം വണ്ടികൾ എടുക്കുകയാണെങ്കിലും, അതല്ല ഒരു സാധാരണ ഒരു വണ്ടി എടുത്താൽ പോലും നമുക്ക് ഏകദേശം 50,000 അല്ലെങ്കിൽ 1 ലക്ഷം രൂപ വരെയുള്ള ഒരു ഇളവ് നമുക്ക് കിട്ടിയിരിക്കുന്ന സാഹചര്യം നമ്മളെ സംബന്ധിച്ച് എവിടെ നിന്ന് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും വാങ്ങാനുള്ള ഒരു സൗകര്യത്തിലുണ്ട്. അതേപോലെ റീബർത്ത് ലൈഫ് ലോങ് റീചാർജ് ആണ്, ഇ-കൊമേഴ്സ് ലൈഫ് ലോങ് ബെനിഫിറ്റ് ആണ്. ഈ വാങ്ങുന്നത് നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ രക്ഷപ്പെടുത്തണമെന്ന് നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളെയൊക്കെ നമുക്ക് സഹായിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്തേ പറ്റൂ. പിന്നെ ഇതിൽ കമ്പനി ഇതിന്റെ ഫ്രാഞ്ചൈസികൾ നൽകുന്നത് ജില്ലാ തലത്തിലും താലൂക്ക് തലത്തിലും ഹോം ഷോപ്പിംഗ് ലെവലിലും നമുക്ക് ഈ സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഫ്രാഞ്ചൈസി കൊടുക്കുന്നുണ്ട്. അത് സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു മുതൽ മുടക്കവും ഇല്ലാതെ അവർക്ക് ഒരു സ്വയം തൊഴിലിലേക്ക് എത്താനുള്ള സൗകര്യം വരെ കമ്പനി ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ വിശദാംശങ്ങൾ അറിയണമെങ്കിൽ താഴെ പറയുന്നത് ഈ നമ്പറുകളിൽ, ഞാൻ ഈ പറഞ്ഞ നമ്പറുകൾ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്യുകയോ എഴുതിയെടുക്കുകയോ ചെയ്ത് നന്നായിരിക്കും. അതല്ലെങ്കിൽ ഈ മീറ്റിംഗിന് ശേഷം നിങ്ങൾ ക്ഷണിച്ച വ്യക്തിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഈ പ്ലാൻ. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു വളരെ സിംപ്ലിഫൈ ചെയ്ത് പറയാവുന്ന ഒരു സംഭവമാണെങ്കിലും, ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ ഇതിൽ സന്തോഷത്തോടെ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഡക്റ്റ് നമ്മുടെ വെൽനസ് കാറ്റഗറിയിലെ ഒരു പ്രൊഡക്റ്റിനെ കൂടി പരിചയപ്പെടുത്തിയിട്ട് ഞാൻ ഇത് അവസാനിപ്പിക്കാമെന്നാണ് കരുതുന്നത്. കാരണം നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് ഇത് തരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ബയോബെറി എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ഇന്ന് നമ്മുടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ്. അത് എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് അറിയാം മഹർഷി ആയുർ ലാബ് എന്ന് പറയുന്ന നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ തന്നെ സെൻട്രൽ FSSAI സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. ഞാനത് എടുത്തു പറയുന്നത് കാരണം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അല്ല, പൊതുവെ കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ കരസ്ഥമാക്കണമെങ്കിൽ നമുക്ക് അതിനുവേണ്ടി പല ക്രൈറ്റീരിയയും പറയുന്നുണ്ട്. ആ ക്രൈറ്റീരിയകളെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ബയോബെറി എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അനന്തമായ സാധ്യതകളുള്ള ഒരു പ്രൊഡക്റ്റാണ്. അനന്തമായ സാധ്യതകളുള്ള പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഇന്നത്തെ നമ്മുടെ കോവിഡാനന്തര കേരളം എന്നല്ല ഈ ലോകം തന്നെ നേരിടുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതിരോധ ശേഷി എന്ന് പറയുന്ന സാധനത്തിൽ ഇമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിട്ടുള്ള വല്ലാത്തൊരു വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഡിസംബർ മാസത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ആന്റിബയോട്ടിക്സുകൾ ചെലവായിട്ടുള്ള ഒരു കാലം കൂടി നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി നമ്മൾ നിലനിർത്തുകയും നമ്മളുടെ ആരോഗ്യം നിലനിർത്തുന്ന വഴി ഏറ്റവും വലിയ കാര്യം എന്താ, ചുമരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ നമ്മൾ പറയും എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ആരോഗ്യം നോക്കിയിട്ട് വേണം നമുക്ക് വേറെ എന്ത് കാര്യത്തിനും പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഈ ബയോബെറി എന്ന് പറയുന്ന പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഒന്ന് പറയാം. ഇത് ഏറ്റവും നാച്ചുറൽ ആയിട്ട് ആന്റി ഓക്സിഡന്റ് കോൺസെൻട്രേറ്റഡ് ഹെൽത്ത് ഡ്രിങ്ക് എന്ന പേരിലാണ് നമ്മളുടെ ഈ ബയോബെറി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് അറിയപ്പെടുന്നത്. ഇത് 1000 ml ആണ് നമുക്ക് ഇതിന്റെ അളവ്. ഇത് വെജാണ്, അതോടൊപ്പം GMP സർട്ടിഫിക്കറ്റ് ഉള്ള ഇതാണ്. അതേപോലെ തന്നെ നമ്മളുടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം ഇന്ത്യൻ ഫാർമസിയുടെ ലാബിലുള്ള ആയുർവേദിക് ഡോക്ടർ
ഡോക്ടേഴ്സാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിന്റെ ക്വാളിറ്റി കൺട്രോൾ വിങ്ങിലൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഇന്ത്യയിലുടനീളം പല കമ്പനികളിലൂടെയും പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ഒരു അവരുടെ ഓക്സി ഹെൽത്ത് കെയർ എന്ന് പറയുന്ന സെഗ്മെന്റ് തന്നെ പല കമ്പനികളും പല പ്രൊഡക്റ്റുകളും ഇതേപോലെ നൽകുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ പറഞ്ഞ ബ്രാൻഡ് വാല്യൂ വെച്ച് നമ്മുടെ ഒരു പാനൽ അടക്കം നിർദ്ദേശിച്ച അതേ ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് ആ സെഗ്മെന്റിൽ പെടുന്ന ഉൽപ്പന്നങ്ങളാണ് ഇപ്പോൾ നമുക്ക് അതേ ക്വാളിറ്റിയിലാണ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുള്ളത്. അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഇത് 18, 9, 27, അതായത് 9ഓളം അല്ലെ 19ഓളം നമ്മളെ സംബന്ധിച്ചിടത്തോളം പഴങ്ങളുണ്ട്. പഴങ്ങൾ 19ഓളം ഉണ്ട്, 4ഓളം പച്ചക്കറികളുണ്ട്, 4ഓളം ഹെർബ്സ് ഉണ്ട്, എന്ന് വെച്ചാൽ ഔഷധ മൂല്യമുള്ള ചെടികൾ. ഇതിന്റെ സത്താണ് ശരിക്കും ഇതിന്റെ അടിസ്ഥാനം. നമ്മളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ ഈ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറുണ്ട്, പണ്ടും കാലം മുതൽ നമുക്കറിയാം കുറുന്തോട്ടി എന്ന് പറയുന്ന ഒരു സംഭവം കേരളത്തിന്റെ ആളുകളുടെ ആരോഗ്യ ഘടനയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി പവർ ചെറുതല്ല. കുറുന്തോട്ടി എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഭവമാണ്. എന്ന് പറഞ്ഞ പോലെ ഓരോ പ്രദേശങ്ങളിൽ, ഈ ലോകത്തിന്റെ ഓരോ പ്രദേശങ്ങളിലും അതത് വിഭവങ്ങൾ, അവിടെ ഉണ്ടാകുന്ന വിഭവങ്ങൾ അവിടുത്തെ കാലാവസ്ഥയിലെ ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ സാധനങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു തെറ്റിദ്ധാരണ പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ സമശീതോഷ്ണം മെഡിറ്ററേനിയൻ ക്ലൈമറ്റിൽ മാത്രമേ ഈ കൂടുതലായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉള്ളൂ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പരത്തിയിട്ടുണ്ട്. പക്ഷേ അത് വളരെ പമ്പരവിഡിതമാണെന്ന് നമ്മൾ ബോധ്യപ്പെടുന്നതാണ്. കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഇന്ത്യയിലുടനീളം പല ഈ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിയിട്ട് അത്ഭുതകരമായിട്ടുള്ള ഒരു വ്യതിയാനം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉൽപ്പന്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു മെഡിസിൻ അല്ല, ബയോബറി ഒരു ആന്റി ഓക്സിഡന്റ് ഹെൽത്ത് ഡ്രിങ്ക് ആണ്, കോൺസെൻട്രേറ്റ് ആണ്. ഇത് ഒരു തരം അസുഖത്തിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചികിത്സയ്ക്കോ വേണ്ടി പകരം ഉപയോഗിക്കേണ്ട സാധനമല്ല. പക്ഷേ നമ്മുടെ ആഹാരത്തിൽ നമ്മളൊക്കെ അറിയാം, ഈ ആരോഗ്യത്തിന്റെ പിതാവായിട്ടുള്ള ഹിപ്പോക്രൈറ്റസ് പറഞ്ഞിട്ടുള്ള എന്താണ്, ലെറ്റ് ഫുഡ് ബി യുവർ മെഡിസിൻ എന്നാ പറയുന്നത്. നിങ്ങളുടെ ആരോഗ്യമാണ് നിങ്ങളുടെ, അതായത് ഫുഡാണ്, ആഹാരമാണ് നിങ്ങളുടെ ഔഷധമായിട്ട് മാറേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആഹാരത്തിലൊക്കെ ഉണ്ടായിരുന്ന ആ ഔഷധ മൂല്യങ്ങൾ പണ്ടുണ്ടായിരുന്ന പല ആളുകളും, ഒരു 50 വർഷം മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പല ആളുകളും കഴിച്ചിട്ടുള്ള ഒരു ഫലമൂലങ്ങളോ പഴവർഗ്ഗങ്ങളോ കഴിക്കാൻ ഇന്നത്തെ തലമുറയ്ക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്നത്തെ കാലത്ത് ഇതൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ അസാധ്യമായ കാര്യമായതുകൊണ്ട് തന്നെയാണ് ഈ തരത്തിലുള്ള ചേരുവകളുള്ള സാധനങ്ങൾ ഒരു ബ്ലെൻഡഡ് ആയിട്ട് നമുക്ക് കൊടുക്കുന്നത് വഴി ഇത് ഒരു വലിയ ഒരു ആന്റി ഓക്സിഡന്റ് ഡ്രിങ്ക് ആയതുകൊണ്ട് ഇതിൽ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇതിന്റെ ഗുണമേന്മ പൂർണ്ണമായിട്ടും ഉണ്ടാവും. ഈ നാട്ടിലുള്ള ആളുകൾ ഉപയോഗിക്കേണ്ടത് ഈ കാലാവസ്ഥയിൽ ഇവിടുത്തെ വിഭവങ്ങളിൽ നിന്ന് എടുക്കേണ്ടുന്ന ഇത് ആണ് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ബോധ്യമാവുന്ന കാര്യം. അപ്പൊ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഗ്രൂസ്ബെറി എന്ന് പറഞ്ഞ സാധനമാണ്, അതായത് നെല്ലിക്ക. നിങ്ങൾക്കറിയാം വൈറ്റമിൻ സി ഏറ്റവും കൂടുതലുള്ള നെല്ലിക്കയിലാണ്. ഏകദേശം ഇതിന്റെ 20% ഗ്രൂസ്ബെറിയാണ്. അതേപോലെ തന്നെ പിന്നെ ഉള്ളത് ഗ്രേപ്സ് ആണ്. അറിയാം മുന്തിരി, അത് നമുക്ക് 5% 20-1 ഭാഗത്തോളം അതാണുള്ളത്. പിന്നെ നമുക്കറിയാം പ്രോമഗ്രാനൈറ്റ്, അതുപോലെ ഡ്രം സ്റ്റിക്ക്. ഇത് രണ്ടും നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പിന്നെ ഉള്ള 4% വെച്ചിട്ടുള്ള 2 പ്രോഡക്റ്റുകളാണ്. നിങ്ങൾക്കറിയാം വൈറ്റമിൻ സി, ഈ മുരിങ്ങക്കായിലുള്ള ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഉള്ള ഈ അതായത് ഇപ്പോ ഒരു 23ഓളം ഐറ്റംസില് 3% വീതമാണ്. ഈ 3% എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, ക്രാൻബെറി, അവക്കാഡോ, കിവി, അതുപോലെ തന്നെ കസ്റ്റാർഡ് ആപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലേ സീതപ്പഴം, അതല്ലെങ്കിൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ആത്തക്കാന്നോ ആന്തങ്ങാന്നോ പല രീതിയിൽ പറയുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഔഷധ മൂല്യം എന്താണെന്ന് പഴയ ആൾക്കാർക്ക് അറിയാം. ആ പഴം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട് an apple will keep your doctor away എന്ന് വെച്ചാൽ നമ്മുടെ മലയാളികളുടെ ആപ്പിളാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആന്തങ്ങ അല്ലെങ്കിൽ കസ്റ്റാർഡ് ആപ്പിൾ. അപ്പൊ അത്രത്തോളം ഗുണമുള്ള സംഭവമാണ്. ഇതിന് ഓറഞ്ച്, അതുപോലെ തന്നെ മൊസംബി, അതുപോലെ മാംഗോ, അലവേര. നമുക്കറിയാം കറ്റാർ വാഴ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഔഷധ ഗുണമുള്ള സാധനമാണ്. അതുപോലെ ബ്രഹ്മി, നമുക്കറിയാം ബുദ്ധി, നമുക്ക് പണ്ട് കാലം മുതലേ കുട്ടികളുടെ ബുദ്ധിശക്തി തെളിയിക്കാൻ മലയാളികൾക്ക് പ്രത്യേകിച്ചും
ഏറ്റവും കൂടുതൽ ഒരു ബുദ്ധിയുള്ള ജനതയാണെന്ന് പറയാനുള്ള ഒരു കാരണം തന്നെ എവിടെ നിങ്ങൾ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം ആ വിവേകവും വകതിരിവും മലയാളികൾക്കുള്ള പോലെ വേറെ ആൾക്കാർക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്, എന്തൊക്കെയാണ് പ്രൊഡക്റ്റ് അതിലുള്ളത് എന്നുള്ളത്. ദെൻ ക്യാരറ്റ് ഉണ്ട്, ബീറ്റ്റൂട്ട് ഉണ്ട്, റംബൂട്ടാൻ ഉണ്ട്. റംബൂട്ടാനൊക്കെ നമ്മളിപ്പോ ആൾക്കാർ പലയിടത്തും കടകളിൽ നിന്നൊക്കെ വാങ്ങി ഉപയോഗിക്കുന്ന രീതി നമുക്കറിയാലോ. നോനി ഉണ്ട്, അതുപോലെ തന്നെ ജിഞ്ചർ, സ്ട്രോബെറി, അശ്വഗന്ധ എന്നൊക്കെ പറയുന്ന സംഭവം നമ്മുടെ നാഡീ വ്യവസ്ഥയുടെ കാതലായ ഒരു ആയുർവേദിക് ഘടന ഒരു ഉൽപ്പന്നമായിട്ടാണ് ആയുർവേദത്തിലൊക്കെ പറയുന്നത്. അതുപോലെ പാഷൻ ഫ്രൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിമനോഹരമായ ഏറ്റവും നല്ല വൈറ്റമിൻ സി കണ്ടന്റ് ഉള്ള ഒരു സംഭവമാണ്. അതേപോലെ ചിക്കു, പിന്നെ ടൊമാറ്റോ, തക്കാളി ഉണ്ട്. തക്കാളിയുടെ ഗുണം എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ദെൻ വാട്ടർമെലോൺ. ഈ വാട്ടർമെലോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡിന്റെ pH വാല്യൂ, നിങ്ങൾക്കറിയാം എല്ലാത്തിനും pH വാല്യൂ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ അസുഖങ്ങളുടെ അടിസ്ഥാനമായിട്ടുള്ള കാര്യം നീരുണ്ടാകുന്നതിന്റെ ഒക്കെ അടിസ്ഥാന കാരണം നിങ്ങൾ പ്രകൃതി ജീവനം നടത്തുന്ന ആൾക്കാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും, അത് നമ്മുടെ ബ്ലഡിന്റെ pH ആസിഡ് ലെവൽ ആയതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ആൽക്കലൈൻ ലെവൽ ആക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ കുക്കുംബർ, ഈ തണ്ണിമത്തൻ, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾക്ക് ഈ പറയുന്ന ഗ്യാസ്ട്രിക് ആയിട്ടുള്ള പ്രോബ്ലങ്ങൾ, അതുപോലെ തന്നെ അസിഡിക് ആയിട്ടുള്ള നമ്മുടെ ബ്ലഡിന്റെ pH മാറ്റി തരുന്നത് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ. ദെൻ ഏറ്റവും അവസാനമായിട്ട് പറയുന്ന ടർമറിക് ആണ്. മലയാളികളുടെ ഈ ബുദ്ധിയുടെയും ശക്തിയുടെയും എല്ലാവരുടെയും കിഡ്നിക്ക് ഏറ്റവും കൂടുതൽ സ്വീകാര്യമായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് മഞ്ഞ. നമുക്കറിയാം, നമ്മുടെ ഏത് ഭക്ഷണത്തിലും നമ്മൾ എവിടെയും മഞ്ഞപ്പൊടി അല്പം ഇടുന്നത് നമ്മുടെ കാരണവന്മാർ ഇത് പറ്റിയിട്ട് പഠിച്ചിട്ടൊന്നുമല്ല. പക്ഷേ അവരിടുന്നത് വഴിയാണ് നമ്മുടെ കിഡ്നിയുടെ ആരോഗ്യവും അതുപോലെ ബുദ്ധിപരമായിട്ട് പണ്ടൊന്നും പാർക്കിൻസൺസ് രോഗങ്ങളോ അല്ലെങ്കിൽ ഡിമെൻഷ്യ പോലുള്ള ഈ പറയുന്ന ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടായിരുന്ന ആൾക്കാരുണ്ടായിരുന്നില്ല. അപ്പൊ ഇതെല്ലാത്തിൻ്റെ ഒരു കോമ്പിനേഷനിൽ ഈ സത്തിലൂടെ നമ്മൾ ഇതിനെ പറയുന്ന ഒരു രീതി ഫൈറ്റോ ഫാക്ടേഴ്സ് പ്ലാന്റ് എന്നാ പറയുക. അതായത് ഇതിന്റെ സമൂലം നമ്മൾ ഈ ചെടികളൊക്കെയാണ് ആ രീതിയിൽ നമ്മൾ എടുക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ അതിലിപ്പോ നമുക്കറിയാം പല വൈറ്റമിൻസ് ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടില്ലാത്ത ആൾക്കാരുണ്ട്. പക്ഷെ നമ്മുടെ കാരണവന്മാരെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹം അല്ലെങ്കിൽ ആയുർവേദിക് സമൂഹം ഉണ്ടാക്കിയെടുത്തുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഇന്ന് ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ഒരു ജനതയ്ക്കോ തരാൻ പറ്റിയിട്ടില്ല. അതൊക്കെ തന്നെയാണ് ഈ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മളെ സംബന്ധിച്ച് ഇത് ഉപയോഗിക്കുന്ന രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇത് 10 മില്ലി മുതൽ 15 മില്ലി വരെ നമുക്ക് രാവിലെ ആഹാരത്തിന് മുമ്പ് 100 ml വാട്ടറിൽ ഉപയോഗിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ നമുക്ക് അവരവരുടെ രീതി അനുസരിച്ച് നമുക്ക് ഇത് മാറ്റം വരുത്താം. കാരണം ഏത് ഉൽപ്പന്നവും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ് നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 മില്ലിയിൽ തുടങ്ങുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും നല്ല രീതി. അപ്പോൾ നമുക്കത് പറ്റാത്തൊരു കണ്ടീഷനിലാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ചിലപ്പോൾ അത് 10 മില്ലി എന്നുള്ളത് 5 മില്ലി പ്ലസ് നമ്മളെ സംബന്ധിച്ച് 100 ml വാട്ടർ ആയാലും കുഴപ്പമൊന്നുമില്ല. അത് ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മൾ എപ്പോഴും നമ്മളെ സംബന്ധിച്ച് ഒരു ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉള്ള ആൾക്കാരാണെങ്കിൽ ഇത് ഭക്ഷണത്തിന് ശേഷം കഴിച്ച് നമ്മുടെ ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊന്ന് സമരസപ്പെട്ടതിന് ശേഷം മാത്രം, ഒരു 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ആഹാരത്തിന് മുമ്പ് കഴിക്കുക. ഈ പറയുന്ന ആന്റി ഓക്സിഡൻസ് ആയിട്ടുള്ള എല്ലാ സപ്ലിമെന്റ്സും നമ്മൾ ഭക്ഷണത്തിന് മുമ്പാണ് കഴിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ 10 മില്ലി മുതൽ 5-15 മില്ലി വരെ എന്നുള്ളത് ആളുകളിൽ ഓരോരുത്തരുടെയും ഈ പറയുന്ന അബ്സോർബിലിറ്റി അനുസരിച്ച്, നമുക്കറിയില്ലേ ഓക്സിജൻ റാഡിക്കൽ അബ്സോർബിലിറ്റി കപ്പാസിറ്റി എന്ന് പറയും, ഒറാക് വാല്യൂ. നമ്മുടെ ഈ ബയോബെറിയുടെ ഒറാക് വാല്യൂ 8 ലക്ഷമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ മനസ്സിലാകുന്ന ആളുകൾ വളരെ കുറച്ചേ ഉള്ളൂ. അവരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഇത് പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഇതിന്റെ പിന്നിലുള്ളത് കൊണ്ടും നമ്മൾ അത്തരം കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ. എന്തൊക്കെയാണ് ഈ സാധനം കഴിച്ചാലുള്ള ഗുണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാൻ പാടില്ല, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളറിയാം പ്രഗ്നന്റ് ലേഡീസ്, ലാക്ടേറ്റിംഗ് വുമൻസ്, അതുപോലെ ബൈപ്പാസ് സർജറി പോലുള്ള ഒരു ചില കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഒരു സപ്ലിമെന്റ്സും ആരും പറയാറില്ല. അതുകൊണ്ട് ഇത് കൊടുത്തുകൊണ്ട് കുഴപ്പമുണ്ടായതുകൊണ്ടല്ല, അതാരും പറയാത്തതുകൊണ്ട് നമ്മൾ ആ ജനറൽ ആയിട്ടുള്ള ആ പ്രിൻസിപ്പിൾ നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമുക്കും നല്ലത്. കാരണം നമ്മളെ സംബന്ധിച്ച് ആരോഗ്യമുള്ള ആളുകൾക്ക് അതായത് അസുഖം വരാതിരിക്കാൻ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള രീതിയിലുള്ള ഇതൊരു പ്രോ ആക്റ്റീവ് സിസ്റ്റമാണ്. എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴാണ് ആരോഗ്യത്തെ പറ്റി ചിന്തിക്കുന്നത്? രോഗം വരുമ്പോൾ. എപ്പോഴാണ് ശ്വാസത്തെ പറ്റി ചിന്തിക്കുന്നത്? ശ്വാസം മുട്ടുമ്പോൾ. അത് മനുഷ്യന്റെ രീതി അങ്ങനെയാണ്. കാരണം റിയാക്റ്റീവ് ആയിട്ടുള്ളതാണ്. ഇപ്പൊ ഞാനിത് ഇവിടെ കുറെ ആളുകൾ ചിത്രങ്ങളൊക്കെ വരച്ചു, ഞാൻ ഇതിൽ റിയാക്റ്റീവ് ചെയ്യുന്നില്ല. റിയാക്റ്റീവ് ചെയ്യാത്തതിന്റെ കാരണം എനിക്ക് ഇതിന്റെ ഇടയിലൂടെ വായിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു സന്തോഷം ഉണ്ടാവുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രോ ആക്റ്റീവായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് റിയാക്ഷന്റെ പ്രശ്നം വരുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം റിയാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വർദ്ധിത സ്നേഹത്തിലൂടെ അല്ലെങ്കിൽ വലിയ വളർച്ചയിലൂടെ നമ്മളെ കളിയാക്കുന്ന
കളിയാക്കുന്ന ആളുകളുടെ മുമ്പിലും നമ്മളുടെ മുമ്പിൽ ചോദ്യം ചെയ്യുന്ന ആളുകളുടെ മുമ്പിലും ആകാശം മുട്ടനെ വളർന്ന് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരോടും അവരോടുള്ള വിനയം നമ്മൾ അവതരിപ്പിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവർ ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ എന്നുള്ള ആ കർത്താവിന്റെ വാക്യം മാത്രമേ എനിക്ക് ഈ വരയും കുറിയും എഴുത്തിയിട്ടുള്ള നല്ല സന്മനസ്സുകളോട് പറയാനുള്ളൂ. സാരമില്ല, മറ്റേ കുത്തിയെറിഞ്ഞ് പൊമ്പളം മുളയ്ക്കില്ല എന്ന് പറഞ്ഞ പോലെ ഓരോരുത്തരിലും ചില മറ്റേ ജന്മസിദ്ധമായിട്ടുള്ള ചില ഗുണഗണങ്ങൾ അതിലുണ്ടാവും. അതുകൊണ്ട് ഈ വരയ്ക്കുന്ന ആളുകളെ ഞാൻ ഒരു കാരണവശാലും ഞാൻ അവരെ നിരുത്സാഹപ്പെടുത്തില്ല. എന്താണെങ്കിലും നിങ്ങളുടെ ഈ വരകൾക്ക് ഓരോന്നിനും നന്ദി. എനിക്ക് അതിന്റെ ഇടയിലൂടെയും വായിക്കാൻ പറ്റുന്നു എന്നുള്ളത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. എനിവേ, നമ്മൾക്ക് ഇത് ഇനി ഉപയോഗിക്കാൻ പാടില്ലാത്ത പറ്റി ഞാൻ പറഞ്ഞു. പ്രഗ്നന്റ് ലേഡീസ്, ലാക്റ്റേറ്റിംഗ് വുമൺസ്, ബൈപ്പാസ് സർജറി പോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഒന്നും കൊടുക്കേണ്ടതില്ല. അതുപോലെ ഈവൻ കിഡ്നി പേഷ്യൻസ്, ഡയാലിസിസ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഒരു സാധനം കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. ഇത് കൊടുത്തുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, അവർക്കൊന്നും കൊടുത്തിട്ട് കാര്യമില്ലാത്തതുകൊണ്ടും അവരിൽ ഇത് നമ്മൾ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഏതെങ്കിലും തരത്തിലുള്ള ഇമ്പ്രൂവ്മെന്റ്സ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ നമുക്കറിയാം ഫാറ്റി ലിവർ, അതുപോലെ ലിവറിനൊക്കെ വളരെ നല്ല സംഭവമാണ് ഈ പറഞ്ഞ വൈറ്റമിൻ സി എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ആന്റി ഓക്സിഡന്റ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സമയം വളരെ അതിക്രമിച്ചു പോയതുകൊണ്ടും ഈ പ്രോഡക്റ്റിൽ ഒരു വളരെ നീണ്ട രീതിയിലുള്ള ഒരു സംഭാഷണം എനിക്ക് നടത്താൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഇതിൽ കറക്റ്റായിട്ട് പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചാൽ നമുക്കറിയാം. നമുക്കറിയാം കുറച്ച് കാര്യങ്ങൾ അറിയാം. ഇതിൽ നമുക്ക് വിറ്റാമിൻ B1, റൈബോഫ്ലേവിൻ, വിറ്റാമിൻ ബി കോംപ്ലക്സ് വൈറ്റമിൻ B2, അത് നിയാസിൻ, B3, അതുപോലെ B5, B6, അതുപോലെ തന്നെ വിറ്റാമിൻ B7, അതായത് ബി കോംപ്ലക്സ് വൈറ്റമിൻസ് എല്ലാം ഉണ്ട്. ഫോളേറ്റ്, B9 ഉണ്ട്, വിറ്റാമിൻ സി ഉണ്ട്, വിറ്റാമിൻ ഡി ഉണ്ട്, വിറ്റാമിൻ ഇ ഉണ്ട്, വിറ്റാമിൻ K1 നമുക്ക് അറിയാം പ്രോട്ടീൻ ആയിട്ട് നമുക്ക് കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്നതാണ്. ദെൻ ബീറ്റ കരോട്ടിൻ ഉണ്ട്, ഫൈബർ ഉണ്ട്, അതുപോലെ പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റി ആസിഡുകൾ ഉണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് പറയുന്നത് കോളിൻ എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ നെർവസിന്റെ സെല്ലിന്റെ സ്ഥലങ്ങളെ അതുപോലെ ഓർമ്മശക്തി ഇതിനെയൊക്കെ നമ്മൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് സഹായിക്കുന്ന സാധനമാണ് കാൽസ്യം, പൊട്ടാസ്യം, അയൺ, മാംഗനീസ്, മഗ്നീഷ്യം, കോപ്പർ, സിങ്ക്, ഇങ്ങനെയുള്ള കുറെ ധാതുക്കളും കൂടി ഫോസ്ഫറസ് അടക്കം ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് പ്രത്യേകത. നമ്മളിപ്പോൾ ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇമ്മ്യൂണിറ്റി നമ്മളെ സഹായിക്കും. അതുപോലെ സെല്ലുലാർ ഹെൽത്ത്, നമ്മളുടെ കോശങ്ങളുടെ ആരോഗ്യം നമുക്ക് നന്നാക്കാൻ പറ്റും. അതുപോലെ ബ്രെയിൻ സെല്ലിനെ നമുക്ക് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. മെമ്മറി പവർ ഡെവലപ്പ് കൂടും. ഉറക്കമില്ലാത്തവർക്ക് നല്ല ഉറക്കം കിട്ടും. മൈഗ്രെയിനെ തടയാനായിട്ട് സഹായിക്കും. ആന്റി ഏജിങ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് കുറെ ആളുകൾക്ക് പ്രായം കുറയില്ലെങ്കിലും അവരെ കാണുമ്പോൾ പ്രായം കുറഞ്ഞതായിട്ട് തോന്നും. നമ്മൾ പറയില്ലേ, നമ്മുടെ കായകൽപ്പ ചികിത്സയിലൊക്കെ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും ഇതിന്റെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ദെൻ ഹാർട്ട് ഡിസീസ് വരാതെ റിസ്ക് അത് നമുക്ക് മാറ്റാം. അതുപോലെ തന്നെ സ്ട്രോക്കിനുള്ള റിസ്ക് നമുക്ക് മാറ്റാം. ദെൻ BP, അതുപോലെ തന്നെ ലിവറിന്റെ ആരോഗ്യത്തിന് നല്ല എന്താ വെച്ചാൽ നമ്മളൊന്ന് ആലോചിച്ചു, കൊളസ്ട്രോള്, അതുപോലെ കോൺസ്റ്റിപ്പേഷൻ, സ്റ്റൊമാക്, നമുക്കറിയാം ഈ ഗട്ടിന്റെ പ്രോബ്ലം ഇല്ലാത്ത ആൾക്കാരായില്ലേ, കിഡ്നി ഡിസോർഡർ, അതുപോലെ തന്നെ നമുക്ക് ഇത് ഡെയിലി യൂസ് ചെയ്യുന്നത് നമുക്ക് വിൽ പ്രൊട്ടക്ട് ഫ്രം ക്യാൻസർ എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള കുറെ ആളുകളുണ്ട് ഈ സാധനങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞ 10-15 വർഷമായിട്ട് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഈ പറയുന്ന ആയുഷ് ലാബിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ട് ക്യാൻസർ മാറിയിട്ടുള്ള കേസുകളുണ്ട്, ശ്വാസമുട്ട് മാറിയിട്ടുള്ള കേസുകളുണ്ട്, അതുപോലെ തൈറോയിഡ് മാറിയിട്ടുള്ള കേസുകളുണ്ട്. അങ്ങനെ നിരവധി കേസുകൾ നമ്മുടെ മുന്നിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇതിലൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഉൽപ്പന്നങ്ങളെല്ലാം നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കേണ്ടത്, അതിനെ പറ്റിയിട്ടുള്ള ഒരു അറിവ് ഉണ്ടാക്കേണ്ടത് നമ്മുടെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മളെ സംബന്ധിച്ച് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഈ ഉൽപ്പന്നത്തെ പറ്റിയിട്ട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. എങ്കിലും ഏകദേശം അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അതോടൊപ്പം തന്നെ എനിക്ക് നിങ്ങളിൽ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ അറിയേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില സാധനങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ച് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഓരോ ബോഡിക്ക് അബ്സോർവ് ചെയ്യുന്ന കപ്പാസിറ്റി ചെറുതായ രീതിയിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഇത് കഴിക്കുമ്പോൾ ചില ആളുകൾക്ക് ലൂസ് മോഷൻ വരുന്ന ഒരു നല്ല സിംറ്റമാണ്. കാരണം അവരുടെ ബോഡി അതിലേക്ക് ആക്ട് ചെയ്തു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അങ്ങനെ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ നമുക്കത് യൂസ് ചെയ്യാം. എനിവേ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ
കൈകാര്യം ചെയ്യുന്ന വിഷയം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തെ ഏറ്റവും നല്ല സൗഖ്യത്തിൻ്റെതായ ഒരു പ്രോഗ്രാമാണ് നമ്മൾ ആളുകൾക്ക് കൊടുക്കുന്നത്. വെൽനസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന ഈ 2050 വരെയുള്ള കാലഘട്ടത്തെ ഏറ്റവും കൂടുതൽ നയിക്കാനും നിയന്ത്രിക്കാനും ഏറ്റവും കൂടുതൽ ആളുകൾ കോടീശ്വരന്മാരാകാൻ പോകുന്നതുമായിട്ടുള്ള ഒരു സെഗ്മെന്റ് ഈ പറയുന്ന വെൽനസ് ആണെന്ന് പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന ജോർജ് ബുഷിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്ന വ്യക്തിയുടെ ചില പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളൊന്ന് വായിച്ചാൽ നിങ്ങൾക്ക് അറിയാം. നെക്സ്റ്റ് $1 ട്രില്യൺ ബിസിനസ് എന്നാണ് അദ്ദേഹം ഈ വെൽനസ് ഇൻഡസ്ട്രിയെ പറ്റി പറയുന്നത്. ഇന്നിപ്പോ AI ബന്ധപ്പെട്ടിട്ടുള്ള IT മേഖലയിലുള്ള പല ഡെവലപ്മെന്റ്സും നമ്മുടെ ഇതേപോലുള്ള പല കാര്യങ്ങൾ നമ്മളെ മനസ്സിലാക്കാനും ആ മേഖലയിലേക്ക് നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. എനിവേ, എന്നെ ശ്രമിച്ച എല്ലാ ആളുകൾക്കും ഇനി പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് ചെറിയ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാൻ, കാരണം ഇത് ഓക്സിഡേഷനുമായിട്ട് ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ എന്തിനെ ഈ ഉൽപ്പന്നങ്ങൾ കഴിക്കണം എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മളിന്ന് കഴിക്കുന്ന ആഹാരവും കുടിക്കുന്ന വെള്ളവും എല്ലാം മലിമസമാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഈ മേഖലയിലുള്ള നമ്മളുടെ അറിവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കുന്ന ആഹാരത്തില് നമുക്ക് എത്രത്തോളം നമുക്കൊരു കാര്യവും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇത് കിട്ടാനുള്ള ഒരു സൗകര്യം സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ അധികം നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതല്ലാതെ നമ്മൾ വേറെ ഒന്നും നമ്മൾ ഇതിനെപ്പറ്റി നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങളില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓക്സിഡേഷൻ നമുക്കറിയാം, ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നതും ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ ആപ്പിളൊക്കെ മുറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അത് ചായ കളർ വരും. അതിനാണ് പറയുന്നത് ഓക്സിഡേഷൻ. ഓക്സിജനുമായി സമ്പർക്കം വരുമ്പോൾ സംഭവിക്കുന്നതിനാണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഈ ഓക്സിഡേഷൻ കൊണ്ട് നമുക്കറിയാം ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്ന നമ്മുടെ O2, നമുക്കറിയാം ഓക്സിജൻ പെറോക്സൈഡ് ആറ്റമാണ്. അത് ഇങ്ങനെ ഒരു ക്ലാസ്സിൽ പറഞ്ഞാൽ മനസ്സിലാകില്ലെങ്കിലും ഞാൻ വളരെ പെട്ടെന്ന് ഓടിച്ചെന്ന് പറയുകയാണ്. കാരണം പെറോക്സൈഡ് ആറ്റമാണ്. ഇതിനെ ഒരു വിട്ടുപോകുന്ന ഓക്സിജൻ തന്മാത്രയ്ക്ക് എവിടെയും പോയി ചെന്ന് ഇടിക്കാനുള്ള ഇതുണ്ടോ. ഇപ്പൊ ഇവിടെ കിടന്ന് വരച്ചു കൂട്ടിയ പോലെ ആ ഒരു ക്രമത്തിൽ എവിടെയെങ്കിലും പോയി വരയ്ക്കുക എന്നൊരു തോന്നലായിരിക്കും ഈ പറഞ്ഞ ഫ്രീ റാഡിക്കൽ ഉണ്ടാവുക. ഒരു ചട്ടമ്പിയുടെ സ്വഭാവമാണ്. എവിടെയും പോയി ചെന്ന് ഇടിക്കുക, തലയിട്ട് ഇടിക്കുക. അത് നമ്മളുടെ ബ്രെയിനിലാണ് ഇടിക്കുന്നതെങ്കിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്ന അസുഖങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ പാർക്കിൻസൺസ്, സ്ട്രോക്ക്, അങ്ങനെയുള്ള അസുഖങ്ങൾ സംഭവിക്കും. ഇത് ഹാർട്ടിന്റെ സെല്ലുകളിലാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഹൃദയാഘാതമായിരിക്കും ഉണ്ടാകുക. അതേപോലെ നമ്മുടെ ജോയിന്റ്സിലാണ് വന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ജോയിന്റ് പെയിൻ ആയിരിക്കും ഉണ്ടാകുക. അങ്ങനെ അതുപോലെ നമുക്ക് കണ്ണുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമുക്ക് അന്ധത, മാക്യുലർ ഡീജനറേഷൻ അങ്ങനെയുള്ള അത് വരും. അതുപോലെ പാൻക്രിയാസിലാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത് നമ്മൾ ഷുഗർ എന്ന് പറഞ്ഞ ഓമന പേരിൽ വിളിക്കുന്ന നമ്മുടെ അസുഖം വന്നുവിടുക. അങ്ങനെ ഈ ഫ്രീ റാഡിക്കൽ അറ്റാക്കിന്റെ പേരിൽ, സീരിയസ് ആയിട്ടുള്ള അറ്റാക്കിന്റെ പേരിൽ അത് വളരുമ്പോൾ നമുക്ക് രക്ഷിക്കാനായിട്ട് നമുക്ക് വരുന്ന സാധനങ്ങൾ നമ്മൾ ഈ പഴങ്ങളിലെ പച്ചക്കറികളിലെ ആന്റി ഓക്സിഡന്റ് ആണ്. അവര് പരിചയമായിട്ട് സംരക്ഷകരായിട്ട് ഇവരുമായിട്ട് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ നമുക്കറിയാം. ചുവന്ന രക്താണുക്കളും വെളുത്ത രക്താണുക്കളും നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമ്മളിങ്ങനെ ഒരു അൺപ്യൂരിറ്റി ഇങ്ങോട്ട് കയറി വരുമ്പോൾ ആന്റി ഓക്സിഡൻസ് ആണ് നമുക്ക് നമ്മുടെ രക്ഷകരായിട്ട് വരുന്നത്. അങ്ങനെ നമുക്ക് ഫ്രീ റാഡിക്കൽസ് ഡാമേജ് കൂടുതൽ വരുന്നതിനെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. അതുവഴി നമ്മളെ സംബന്ധിച്ചുള്ള ഇന്ന് കാണുന്ന പല അസുഖങ്ങളും, അതുപോലെ തന്നെ നമുക്കറിയാം പ്രോട്ടീൻ, ഞാൻ ആ ഉൽപ്പന്നത്തെ പറ്റിയിട്ടൊന്നും എനിക്ക് പറയാൻ പറ്റിയില്ല. പ്രോട്ടീൻ ഒക്കെ പറഞ്ഞാൽ ബിൽഡിംഗ് ബ്ലോക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ഹോർമോണുകളും, സെല്ലുകളും, മുടി, നഖം, എന്ത് സാധനം, കൊച്ചുകുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ വളർച്ചയ്ക്ക് പ്രോട്ടീൻ ആവശ്യമാണ്. പ്രായമായ ആളുകളെ സംബന്ധിച്ചുള്ള റിപ്പയർ ആൻഡ് മെയിൻ്റനൻസിന് ഇത് ആവശ്യം. കാരണം നശിച്ചു പോയിട്ടുള്ള കോശങ്ങളെ റിപ്പയർ ചെയ്യണമല്ലോ പ്രായമായിട്ടുള്ള. അതുപോലെ സ്കിന്നിൽ സംഭവിച്ച DNA സ്കിന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ റിങ്കിൾസ്, ചുളിവുകൾ കയറി വരും. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്താണെങ്കിലും ഞാൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ഒരു ഓട്ടപ്രദക്ഷിണം ചെയ്യാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. എന്താണെങ്കിലും എന്നെ ശ്രമിച്ച എല്ലാവർക്കും 1000 അല്ലെങ്കിൽ നന്ദികൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ബൈ. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ കഴിവ് എന്ത് തന്നെയായാലും അത് നിങ്ങൾ ബിസിനസ് ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. എങ്ങനെയെന്നല്ലേ, നിങ്ങൾ എന്ത് പ്രോഡക്റ്റ് ഉത്പാദിപ്പിച്ചാലും അത് ഞങ്ങളിലൂടെ വിറ്റഴിക്കാം. നിങ്ങൾക്ക് ആവശ്യമായ പ്രോഡക്റ്റുകൾ ഞങ്ങളിലൂടെ വാങ്ങാം. അതിനായി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു e-commerce പ്ലാറ്റ്ഫോം. വെൽക്കം ടു ദ ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി.